ഇന്ന് കോഴിക്കോടുള്ളൊരു കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡ്രസ്സ് ചെയ്തത്. അതിന് ഈ അരഭാഗത്ത് കൊടുത്ത ബെൽറ്റിൻ്റെ ഫ്ലവറാണ് ഞാൻ ചെയ്യണത് കാണിക്കുന്നത്. 3 ഇഞ്ച് വീതിയിലുള്ള ഒരു 4 ചതുരത്തിലുള്ള ക്ലോത്താണ് ഞാൻ ഒരു ഫ്ലവറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. ആദ്യം ഒരു പീസ് എടുത്തിട്ട് കോണാക്കിയിട്ട് മടക്കിയിട്ട് ആ മടക്കിയ ഭാഗത്തിൻ്റെ എല്ലാ ഭാഗവും തുന്നിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തുന്നി കഴിഞ്ഞതിന് ശേഷം അത് പ്രസ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് ആക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള 3 ക്ലോത്തും ഇതുപോലെ ചെയ്തെടുക്കാം. പിന്നെ 4 പെറ്റലും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഒരു ഫ്ലവർ രൂപത്തിൽ വട്ടത്തിൽ തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നടുക്കൽ വെക്കാനുള്ള ഒരു മുത്ത് തുന്നി കൊടുക്കാം. അത് അതേ കളറിലുള്ള റോസ് മുത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ മുത്ത് അതിൽ നല്ലപോലെ പ്രസ് ചെയ്ത് തുന്നി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ ചുറ്റുവട്ടം വെക്കാനുള്ള മുത്ത് റെഡിയാക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ സൂചിയിൽ ഒരുപാട് മുത്ത് കോർത്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്നിട്ട് ആ മുത്തിൻ്റെ നടുക്കൽ വെച്ച മുത്തിൻ്റെ വട്ടത്തിലാക്കിയിട്ട് കറക്റ്റാക്കി വെച്ചിട്ട് ഫസ്റ്റ് ഇട്ട മുത്തിനുള്ള കൂടി ആദ്യം ഒന്ന് തുന്നി കൊടുത്ത് പിന്നെ അതിന് ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് ചുറ്റുവട്ടം നമ്മൾ കൂട്ടി തുന്നി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഞാനൊരു 10 എണ്ണം ഇതിൻ്റെ ബെൽറ്റിൻ്റെ മുകളിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അത് ഫുള്ളായിട്ട് ഞാൻ ഈ ബെൽറ്റുമ്മൽ ആദ്യം തുന്നിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ തുന്നി കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് ഗ്ലൂ ഗമ്മും കൂടി ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. ഫ്രോക്ക് 3/4 ലെങ്ത്തിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ വെക്കുന്ന ടൈല് ഫുൾ ലെങ്ത്തിലാണ് ചെയ്തത്. അതിന് ടൈലിന് 2 സൈഡിലും ഹൂപ്പും പിന്നെ അതിന് അഡ്ജസ്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ലൂപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ബെൽറ്റിൽ ഫ്രണ്ടിൽ മാത്രം ഞാൻ ഫ്ലവർ വെച്ചത്. പിന്നെ ബാക്കിലേക്ക് നമ്മൾ ആ ബാക്കിയുള്ള കയറ് കെട്ടുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏത് കുട്ടികൾക്കും അഡ്ജസ്റ്റ് ചെയ്യുന്ന രൂപത്തിൽ കെട്ടി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ഇതേ ക്ലോത്തിലൊരു ഹെയർ ക്ലിപ്പ് കൂടി ചെയ്തിട്ടുണ്ട്. ഇത് ടോയ്ലറ്റിൽ സീക്വൻസും ബീഡ്സും വരുന്നൊരു ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് കസ്റ്റമർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഓർഡർ തന്നത്. ഇതുവരെ വീഡിയോസ് ഇടാൻ നേരം ഇതൊരു വെഡ്ഡിങ് വർക്കിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോസ് നമുക്ക് ആ വെഡ്ഡിങ് വർക്ക് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.